തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ ഡ്രൈവിംഗിനിടെ മൊബൈലിൽ സംസാരിച്ച് ബസ് ഡ്രൈവർ. പത്മനാഭൻ എന്ന ബസ്സിലെ ഡ്രൈവറാണ് അപകടകരമായി ഡ്രൈവ് ചെയ്തത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധറാണ് ചേരുന്നത്. റിനു, ഈ ഡ്രൈവിംഗ് സമയത്ത് മൊബൈൽ ഉപയോഗം അത് തെറ്റാണ്. പക്ഷേ ഇത്രയധികം പേരെ കൊണ്ടുപോകുന്ന ഒരു ബസ്സിലെ ഡ്രൈവർ ഇത്രയും ഉത്തരവാദിത്തരഹിതമായി പെരുമാറുന്നു. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്ന് ഇന്നലെ നമ്മൾ പകർത്തിയ ദൃശ്യമാണിത്. ഈ തിരുവനന്തപുരം കിഴക്കേക്കോട്ടയുടെ ഒരു പ്രത്യേകത, നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞ ഒരു സ്ഥലമാണ്. അത് പ്രധാനമായും ബസ് അപകടങ്ങളിൽ 2 ദിവസം മുമ്പാണ് അതിന് തൊട്ടപ്പുറം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച ഒരു സ്ത്രീയുടെ ജീവൻ സ്വകാര്യ ബസ്സല്ല, KSRTC ബസ് നഷ്ടപ്പെടുത്തിയത് എന്നുള്ളതാണ്. പക്ഷേ കിഴക്കേക്കോട്ടയിൽ ഏറ്റവും കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെടുത്തിയത് സ്വകാര്യ ബസ്സുകളാണ് എന്നുള്ളതാണ്. അതുപോലൊരു സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് ഇത്തരം ഒരു നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് പോയത് എന്നുള്ളതാണ്. ഏകദേശം 50-ലധികം യാത്രക്കാരെയും ഈ ബസ്സിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഡ്രൈവർ ഒരു കൈകൊണ്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നിരുത്തരവാദിത്തപരമായിട്ടുള്ളൊരു ഡ്രൈവിംഗ് നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. നമ്മളത് നേരിട്ട് കണ്ടതുമാണ്. KL01 BV 5732 എന്ന പത്മനാഭൻ എന്ന് പറയുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് ഇങ്ങനെ ഒരു കൈയിൽ സ്റ്റിയറിംഗും ഒരു കൈയിൽ മൊബൈലും ഉപയോഗിച്ച സാഹസികമായിട്ടുള്ളൊരു ഡ്രൈവിംഗ് നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിരത്തുകളിൽ എന്തുമാകാം എന്നുള്ള ഒരു ഇടപെടൽ കൂടിയായിരുന്നു ഈ ഡ്രൈവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ക്രിസ്റ്റീന, ശരി. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.